ഹായ് ഡിയേഴ്സ്, ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ് ഉരുളക്കിഴങ്ങ് വറുത്തതും സംഭാരവും. അതിന് ഉരുളക്കിഴങ്ങ് ഒരേ തിക്നെസ്സിൽ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറിക്കുക. ഇതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ പശ മാറിയ ശേഷം വേണം നമുക്ക് വറുത്തെടുക്കാൻ. ഈ കുട്ടികൾക്കെല്ലാം ഉരുളക്കിഴങ്ങ് വറുത്തത് വളരെ ഇഷ്ടമാണ്. അവരുടെ ടിഫിൻ ബോക്സിൽ ഉരുളക്കിഴങ്ങോ മുട്ട പൊരിച്ചതോ ആണെങ്കിൽ മാത്രമേ ചോറ് കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രവണത. ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു പാനിൽ ഒരു അല്പം എണ്ണയൊഴിച്ച് എണ്ണ ചൂടായ ശേഷം തീ ഓഫ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പീസസ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടരുത്, പകുതി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഇളക്കി എല്ലാവിടെയും എണ്ണ പിടിക്കണം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഉരുളക്കിഴങ്ങ് ഒരു അര വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ടതില്ല, തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. ഞാനൊരു സ്റ്റീൽ കരണ്ടി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ട് വരയ്ക്കരുത്, നോൺ സ്റ്റിക്കാണ്. പതുക്കെ എടുത്ത് മറിച്ചിടാം. വുഡൻ തവി വെച്ച് എനിക്ക് മറിച്ചിടാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ കരണ്ടി എടുത്തിരിക്കുന്നത്. ചില പീസസ് മുരിഞ്ഞിട്ടുണ്ടാവില്ല, അതിനെ ഓരോന്നെടുത്ത് തിരിച്ചിട്ട് മുരിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര ക്രിസ്പിനെസ് ആക്കിയാൽ നിർത്താം. ബാക്കിയുള്ള പീസസും ഇതുപോലെ വറുത്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സംഭാരം ഉണ്ടാക്കി തുടങ്ങാം. അതിന് 1 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 2 ചെറിയ ഉള്ളി, കുറച്ച് നാരകത്തിൻ്റെ ഇല, 2 തണ്ട് കറിവേപ്പില, ഇതാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അത് കല്ലിലിട്ട് ചതയ്ക്കാം, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ചതയ്ക്കാം. ഈ സംഭാരം ഒരു ദാഹശമനിയായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചോറിലൊഴിച്ചും കഴിക്കാം. സംഭാരത്തിനെടുക്കുന്ന തൈരിന് ഒരല്പം പുളിയുള്ളത് നല്ലതാണ്. 1 ടീക്കപ്പ് തൈരാണ് കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ്, അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം, അതായത് 3 ഇരട്ടി വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ മസാല കൂട്ടിടുക. പിന്നെ നാരകത്തിനൊരു ഇല 8 എണ്ണം ഉണ്ട്, അതിനെ മുറിച്ച് ഒന്ന് ഞെരടി വേണം സംഭാരത്തിലേക്ക് ഇടാൻ. ഇനി 2 തണ്ട് കറിവേപ്പിലയും അതിനെയും മുറിച്ച് നല്ലപോലെ ഞെരടി ആ മണമെല്ലാം അതിലേക്ക് ഇറങ്ങാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം എടുത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനെ നമുക്കൊരു ഗൂജിയിലൊഴിച്ച് ഒരല്പസമയം അടച്ചു വയ്ക്കാം. ഫ്ലേവേഴ്സ് എല്ലാം അതിനകത്ത് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കി വേണം സർവ് ചെയ്യാൻ. ഇനി നമുക്ക് ചോറ്, അതിലൊരല്പം പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ് വറുത്തത്, പിന്നെ കുറച്ച് സംഭാരവും ഒഴിച്ച് കഴിച്ചു തുടങ്ങാം. ഇത് നമുക്ക് ഓണക്കാലത്ത് ഉണ്ടാക്കാവുന്ന കറികളാണിതെല്ലാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. താങ്ക് യു ഡിയേഴ്സ്.